ഇന്നുണ്ടല്ലോ ഒരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടല്ലോ നമ്മൾ ഇന്ന് അപ്പവും കടലക്കറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ കടലക്കറി പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കാറെന്നൊന്ന് പറയണേ. അപ്പോൾ അതാ കടല ഉണ്ടല്ലോ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6 വിസിലൊക്കെ കേൾക്കണം കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ദാ അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അത് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പല വീടുകളിലുണ്ടല്ലോ അമ്മമാർക്കൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഓഫ് ആവുന്ന ദിവസങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലേ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴാട്ടോ അവൾ പറയുന്നത് അവൾക്ക് ഒരു 3-4 ദിവസം പനിയായിട്ട് കിടന്നപ്പോഴേ അവർ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു അത്രേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ കുക്കിങ്ങിൽ പാണ് പെണ്ണെന്നൊന്നും ഇല്ല കേട്ടോ. കുക്കിങ്ങൊക്കെ കുറച്ച് പഠിച്ചിരിക്കുന്നതും വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമായിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയേക്കണേന്ന് പറയണേ. അപ്പോൾ ആ കടലക്കറി വെച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, സവാള, അതുപോലെ തന്നെ വേപ്പില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഇനി നമുക്കുണ്ടല്ലോ അതൊന്ന് മൂത്ത് വരുമ്പോൾ കടലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, വേവിച്ച് വെച്ചത്. ഇനി ഇതിന് കുറച്ച് കടല ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊന്ന് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കടലക്കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.